വിവേകാനന്ദൻ കേരളവും തുടർച്ച. തൊട്ടടുത്ത ദിവസം രാവിലെ സ്വാമി കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു കെട്ടുവള്ളത്തിൽ എറണാകുളത്തേക്ക് യാത്ര ആരംഭിച്ചു. അതിരാവിലെ സ്വാമിയെ കാണാനായി ക്ഷേത്രാങ്കണത്തിൽ വന്ന രാജാക്കന്മാർ അവരുടെ സുഹൃത്തുക്കളും കണ്ടത് കാലിയായി കിടക്കുന്ന സ്വാമി ഇരുന്ന സ്ഥലം കാലിയായി കിടക്കുന്നതാണ്. അത്ര കാലിയായിരുന്നു. അവരെ പ്രതീക്ഷിക്കാതെ തന്നെ സ്വാമി എറണാകുളത്തേക്ക് യാത്ര ആരംഭിച്ചു. എറണാകുളത്തേക്കുള്ള കായൽ യാത്ര വളരെ മനോഹരമായിരുന്നു. ചെറിയ ഇളം തെന്നൽ, വശങ്ങളിലാകെ തെങ്ങ് വൃക്ഷങ്ങൾ, തെങ്ങുകൾ, മനോഹരമായ ചെറുതും വലുതുമായ തെങ്ങുകൾ, കുലകുത്തി പിടിച്ചു കിടക്കുന്ന തേങ്ങ, കൃഷിയിടങ്ങൾ, നെൽപ്പാടങ്ങൾ, മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് സ്വാമി എറണാകുളത്തേക്ക് യാത്ര ചെയ്തത്. അദ്ദേഹത്തിന് യാത്ര വളരെ സന്തോഷകരമായി തോന്നി. വാഹനം വള്ളം പോകുന്ന വശങ്ങളിലാകെ അദ്ദേഹം നോക്കിയിരുന്നു. ചില കരയിൽ വെള്ളം അടുക്കുമ്പോൾ വള്ളത്തിൽ കയറാനായി ധാരാളം പേർ കടവിൽ നിൽക്കുന്നതായി കാണാം. കൊട്ടയും വടിയും അരിവാളും ആയുധങ്ങളുമായി ദളിത് വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികളും കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഉൾപ്പെടെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് എല്ലാ വള്ളങ്ങളിലും കയറാൻ കഴിയില്ല. ഉയർന്ന ജാതിക്കാർ ഇരിക്കുന്ന വള്ളത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കില്ല. അങ്ങനെയുള്ള വള്ളത്തിൽ കയറിയാൽ അവർക്ക് കൊടിയ ശിക്ഷയാണ്. സ്വാമി ഇരുന്ന വള്ളത്തിലേക്ക് ഒരു കടവിൽ നിന്ന് കുറച്ച് കർഷക തൊഴിലാളികൾ ചാടിക്കയറി വന്ന് നോക്കിയപ്പോൾ ഒരു തഴപ്പായിൽ സ്വാമി ഇരിക്കുന്നതാണ് കണ്ടത്. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവർ ആ വള്ളത്തിൽ നിന്ന് ചാടി ഇറങ്ങി കരയിലൂടെ ദൂരത്തേക്ക് ഓടി. കാരണം ഉന്നത കുലജാതരിക്കുന്ന സ്ഥലത്തേക്ക് കയറുന്നത് ശിക്ഷാർഹമാണ്. സ്വാമി ഇത് കണ്ട് അന്തം വിട്ടു. എന്തൊരു നാടാണിത്, എന്തൊരു മനുഷ്യരാണിത്. ആഫ്രിക്കയിലുള്ള കാപ്പികൾക്കും അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയാലും ഇവിടെയുള്ളവർക്ക് ഒരു മോചനമുണ്ടാവില്ലേ? ജാതീയമായ അടിച്ചമർത്തലുകളും ചിന്താഗതികളും ഈ കേരളത്തെ സമൂഹത്തിൽ കാർന്നു തിന്നുകയാണ്. ഈ അവസ്ഥയ്ക്ക് എങ്ങനെ ഒരു മാറ്റം വരുത്തും എന്ന് സ്വാമി ആലോചിച്ചുകൊണ്ട് യാത്ര തുടർന്നു. ആ യാത്രയിൽ വള്ളക്കാർ വെച്ച ആഹാരമാണ് അദ്ദേഹം കഴിച്ചത്. വള്ളക്കാരിൽ നിന്ന് ചോറും കറിയും വാങ്ങിക്കഴിക്കാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ കൊടുത്ത വള്ളക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഒരു ഉന്നത കുലജാതൻ, പ്രത്യേകിച്ചും ഒരു സ്വാമി, ബംഗാളിയായ ഒരു സ്വാമി, അദ്ദേഹം ഇത് കഴിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവർക്ക് ആശ്ചര്യവും അത്ഭുതവുമാണ് ആ ഭക്ഷണം മേടിച്ച് കഴിച്ചപ്പോൾ ഉണ്ടായത്. വളരെ വേഗം വള്ളം മുന്നോട്ട് പോവുകയായിരുന്നു. വള്ളം കൊച്ചി കായലിലേക്ക് പ്രവേശിക്കുകയും വളരെ വേഗം രാവിലെ തന്നെ അത് കരയ്ക്ക് അടുക്കുകയും ചെയ്തു. അടുത്തു കഴിഞ്ഞപ്പോൾ ആ വള്ളത്തിൽ നിന്ന് തൻ്റെ ഭാണ്ഡവും തൻ്റെ ജലപാനപാത്രവും വടിയും ചെറിയ ഭാണ്ഡവുമായി അദ്ദേഹം കരയിലേക്ക് കയറി അദ്ദേഹം നോക്കി ആ പ്രദേശം വീക്ഷിച്ചുകൊണ്ട് സാമൂഹ്യം നിന്നു. അപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് രണ്ട് ഉന്നത കുലജാതർ എന്ന് തോന്നുന്ന ശുഭ്രവസ്ത്രധാരികളായ വ്യക്തികൾ ദൂരെ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം അവിടേക്ക് മെല്ലെ നടന്നെടുത്തു. അവരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബംഗാളിൽ നിന്ന് വരുന്ന ഒരു സന്യാസിയാണ്. എനിക്ക് കന്യാകുമാരിയിൽ പോയിട്ട് അവിടെ നിന്ന് ഗോകർണത്തിലേക്ക് പോകണം. അതാണ് എൻ്റെ യാത്രയുടെ ഉദ്ദേശം. അവർക്ക് വളരെ സന്തോഷം തോന്നി. അവർ പറഞ്ഞു, യാത്ര ചെയ്തു വന്ന സ്വാമി കുറച്ച് സമയം ഞങ്ങളുടെ ഭവനത്തിൽ വിശ്രമിച്ചിട്ട് പോകൂടെ എന്നവർ ചോദിച്ചു.
സ്വാമിക്കത് വല്ലാത്ത ആഹ്ലാദമുണ്ടാക്കി. അവരോട് സ്നേഹവും ബഹുമാനവും തോന്നി. അങ്ങനെ അവരോടൊപ്പം സ്വാമി കായൽ തീരത്തിലൂടെ നടന്നു. കായലിലേക്ക് നോക്കിയപ്പോൾ ധാരാളം കെട്ടുവള്ളങ്ങൾ, കൊച്ചുവള്ളങ്ങൾ, മീൻവലകൾ, ചൈനീസ് വല, ചീനവല എല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചീനഭരണി, ചീനപാത്രം, ചീനവല എല്ലാം പഴയ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടു. ആ സൗഹൃദത്തെ അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ചു. തങ്ങളോട് അടുത്തേക്ക് വന്നിരിക്കുന്നത് ഒരു മഹാപ്രതിഭാശാലിയാണ് എന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാനായി നിന്നവർക്ക് തോന്നി. വളരെ സന്തോഷകരവും മനസ്സിന് ഉല്ലാസം നൽകുന്നതുമായ യാത്ര അങ്ങനെ അവിടെ അവസാനിച്ചു. സ്വാമി ആ ഉന്നത കുലജാതരായ വ്യക്തികളോടൊപ്പം മുന്നോട്ട് നടന്നു.